വൈവിധ്യങ്ങളായ ശില്പനിർമ്മാണം കൊണ്ട് ശ്രദ്ധ നേടുകയാണ് ആറങ്ങോട്ടുകരയിലെ രാമചന്ദ്രൻ. മരത്തടിയിലും സിമന്റിലും പ്ലാസ്റ്റർ ഓഫ് പാരീസിലും കളിമണ്ണിലുമായാണ് ഈ കലാകാരൻ ഒട്ടനേകം ശില്പങ്ങൾ തീർത്തിരിക്കുന്നത്. ആറങ്ങോട്ടുകര മുല്ലക്കൽ ഭഗവതി ക്ഷേത്ര പരിസരത്ത് താമസിക്കുന്ന കുന്നത്തുപുരയ്ക്കൽ വീട്ടിൽ രാമചന്ദ്രന്റെ കരവിരുതിൽ തീർത്ത ശില്പങ്ങൾ കടൽ കടന്നും വീടുകളുടെയും ഓഫീസുകളുടെയും അകത്തളങ്ങൾ അലങ്കരിക്കുന്നുണ്ട്. അമേരിക്കയിലെ ബോസ്റ്റൺ, ഖത്തർ, ദുബായ്, ഇന്ത്യയിലെ ബാംഗ്ലൂർ ഉൾപ്പെടെ ഇതര സംസ്ഥാനങ്ങളിലും കേരളത്തിൽ പലയിടത്തായും ജീവസുറ്റ ഒട്ടനവധി ശില്പങ്ങൾ തീർത്തിട്ടുണ്ട് ഇദ്ദേഹം. വ്യത്യസ്തതയും സൃഷ്ടിപരതയും നിറഞ്ഞ കാവേരി, കഥകളി, ശ്രീബുദ്ധൻ, ഗണപതി, ശ്രീകൃഷ്ണൻ തുടങ്ങിയവയുടെ പൂർണ്ണകായ ശില്പങ്ങളിൽ രാമചന്ദ്രന്റെ കരവിരുത് തിളങ്ങുന്നു. ഓരോ ശില്പത്തിലും സൂക്ഷ്മതയും ഭാവപ്രകടനവും ഒത്തുചേരുന്നത് അദ്ദേഹത്തിന്റെ കലാമികവിന്റെ തെളിവാണ്. ശില്പങ്ങൾ മാത്രമല്ല, പെയിന്റിങ്ങുകൾ ചെയ്തിട്ടുണ്ട്. വാട്ടർ കളറിൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അല്പസ്വല്പം എഴുത്തുണ്ടായിരുന്നു. സ്കൂളിലെ ഹൈസ്കൂൾ കാലഘട്ടങ്ങളിലെല്ലാം അഭിനയം ഉണ്ടായിരുന്നു, പാട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ശില്പങ്ങൾ ഞാൻ പ്ലാസ്റ്റർ പാരീസിലും സിമൻറ്റിലും മരത്തിലും എല്ലാം ചെയ്യുന്നുണ്ട്. കൂടുതൽ ഇഷ്ടം മരത്തിൽ ചെയ്യാനാണ്. ഏറ്റവും 2000 ആണ്ടിൽ ഒരു ശില്പം അമേരിക്കയിലേക്ക് ചെയ്തിട്ടുണ്ട്. അത് മാതൃഭൂമിയൊക്കെ കവർ ചെയ്തായിരുന്നു. 1-2 ചാനലുകളും വന്നിരുന്നു. ആ ശില്പത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രശസ്തി കിട്ടിയതെങ്കിലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ശില്പം മരത്തിൽ തന്നെ ചെയ്തിട്ടുള്ള ദർപ്പണ സുന്ദരി, ലേഡീസ് വിത്ത് മിറർ പറയുന്ന ശില്പമായിരുന്നു. എന്നാൽ കാവേരി പറഞ്ഞ അമേരിക്കയിലുള്ള ശില്പത്തിന് വേണ്ടിയിട്ടാണ് എനിക്ക് ഏറ്റവും കൂടെ പ്രശസ്തി കിട്ടിയത്. ശില്പകലയിൽ മാത്രമല്ല, സ്കൂൾ കാലഘട്ടം മുതൽ അഭിനയത്തിലും സംഗീതത്തിലും തൽപരനായ രാമചന്ദ്രൻ എഴുത്തിലും പെയിന്റിങ്ങിലും തന്റേതായ കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട്. ചിത്രകലാകാരൻ കൂടിയായ രാമചന്ദ്രൻ തന്റെ വീട് ചൂടിനെയും തണുപ്പിനെയും ഫലപ്രദമായി പ്രതിരോധിക്കുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്താണ് പ്രകൃതിയോടുള്ള തന്റെ അടുപ്പം പ്രകടമാക്കിയത്. പ്രായം ലവലേശം തളർത്താത്ത 74-കാരായ രാമചന്ദ്രന് ദേശമംഗലം കൊണ്ടയൂർ പടിഞ്ഞാറ്റുമുറി സ്വദേശിയായ ഭാര്യ പ്രേമയും ബംഗളൂരുവിൽ ജോലി ചെയ്യുന്ന മക്കളായ രമ്യയും രാഹുലും മരുമക്കളായ അനീഷ്, രശ്മി എന്നിവരും നിറഞ്ഞ പ്രോത്സാഹനമാണ് നൽകി വരുന്നത്.